ഇതെനിക്ക് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ മമ്മിയുടെ മുന്നിലേക്ക് വരികയില്ല. ഉറപ്പാണ് മമ്മി. ഞാനൊന്ന് മനസ്സിരുത്തി ആലോചിച്ചപ്പോ എന്റെ ജീവനേക്കാളും 1000 ഇരട്ടി വിലയുണ്ട് എന്റെ മമ്മിക്ക്. എന്നെപ്പോലെ പ്രിവിലേജ്ഡ് ആയൊരു മോള് ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. സിത്താര ശ്രീനിവാസന്റെ മകള് ഒരു സാധാരണ പെൺകുട്ടിയല്ല മമ്മി. ഷീ ഈസ് സംതിങ് മോർ. ആ സിറ്റുവേഷനില് എന്നെ വളർത്തിയ മമ്മിക്ക് ഇങ്ങനൊരു വാക്കെങ്കിലും ഞാൻ തിരിച്ചു തരണ്ടേ? നാളെ രാവിലെ തന്നെ ഞാൻ പോവും. ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെ പരിഹരിക്കും. ഇപ്പൊ മമ്മി എന്റെ കൂടെ വരണം, ഭക്ഷണം കഴിക്കണം. വരില്ലേ മമ്മി? വരാം. നീ ഈ പറഞ്ഞതൊക്കെ നിന്റെ തീരുമാനങ്ങളാണെങ്കിൽ നിന്നെക്കുറിച്ച് ഏറ്റവും അഭിമാനിക്കുന്നവളായിരിക്കും നിന്റെ മമ്മി. കേട്ടോ? പിന്നെ മീൻ കിട്ടാന്നേ വാങ്ങിക്കുക. ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിക്കാന്ന് വെച്ചാ ഇവിടെ എത്തുമ്പോഴേക്കും അതൊരു വഴിക്കാവും സുരന്തായി. ഇന്നെങ്ങനെ നേരത്തെ വരുമോ? അത് പറയാൻ പറ്റില്ലടി. ഇപ്പൊ ഈ ഏരിയയിൽ കച്ചവടം കുറവാ. ഞാനും കൃഷ്ണൻ കൂടെ ഇന്ന് പാലപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടം വരെ ഒന്ന് പോവാ. അവിടെ ഈ വലിയ മാർക്കറ്റും ലേലം വിളിയൊക്കെ ഉള്ളതാ. കച്ചവടം ഇത്തിരി കുറഞ്ഞാലും ഇവിടെ അടുത്തെവിടെയെങ്കിലും പോയാൽ പോരെ നിങ്ങൾക്ക്? എന്റെ തങ്കം, ഈ ലോട്ടറി ടിക്കറ്റിന്റെ കാര്യം എന്ന് പറയുന്നതേ ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. ആ സന്തോഷം നിലനിൽക്കണമെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പ്രൈസ് അടിക്കണം. കഴിഞ്ഞ തവണ നമുക്ക് തന്നെ ആണെങ്കിലും ഒരു സമ്മാനം അടിച്ചതിന്റെ പച്ചപ്പില ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറെ ആളുകൾ എടുത്തെടുത്ത് മടുക്കും. അപ്പൊ ഒന്ന് സ്ഥലം മാറ്റാൻ നിവൃത്തിയില്ലെന്നേ. പോയിട്ട് വരട്ടെ തങ്കേച്ചി, ഗോപാലേട്ടനുണ്ടല്ലോ അവളുടെ കൂടെ. ഗോപാലമാമ പോണ്ടേ? നമുക്ക് പുതിയ സ്ഥലല്ലേ? പോവാ. സുനന്ദേ, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നീ ഇടയ്ക്കൊന്ന് വിളിച്ചാൽ മതി, കേട്ടല്ലോ? അത് ഞാൻ കൃഷ്ണയെ വിളിച്ചോളാം. ഗോപാലേട്ടനോട് എന്തെങ്കിലും പറഞ്ഞാലേ അത് ഈ ചെവി തന്നെ കിടക്കത്തേ ഉള്ളൂ. എന്നാ നീ അവളെ വിളിച്ചോ. അമ്മേ, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ഗോപാലമാമ പോവാ.